അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാടെങ്ങും പകർച്ചവ്യാധി. എല്ലാം നാട്ടിൽ നോക്കിയാലും നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പല പല വൈറസുകളാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മളൊരു മുൻകരുതലെടുക്കുക. എങ്ങനെയാണ് നമ്മൾ മുൻകരുതലെടുക്കേണ്ടത്? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ അവസാന 2 ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും 7 തവണ വീതം ചൊല്ലുക. ഒരുപാട് രോഗങ്ങൾ നമ്മൾ പണ്ടെങ്ങും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേരുകളിലുള്ള പല രോഗങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അടുത്തൊരു 3 വർഷം 4 വർഷം മുമ്പ് കേട്ടതാണ് നിപ്പ വൈറസ്. ഭയങ്കരം നാടെങ്ങും ആകെ പേടിയോടൊരു കണ്ടൊരു രോഗമാണ് നിപ്പ വൈറസ്. അതിനുശേഷം അതിനേക്കാളും വലിയത് വന്നു കൊറോണ വൈറസ്. ലക്ഷങ്ങൾ മരിച്ചു, കോടിക്കണക്കിന് ആളുകൾക്ക് ഈ രോഗം ബാധിച്ചു. എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗൗരവം എത്രത്തോളം നമ്മൾ ഒക്കെ അനുഭവിച്ചതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മാറാവ്യാധികൾ ഇന്ന് ഒന്നൊന്നായി നമ്മളെ പിൻപറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഒന്ന് പോകുമ്പോൾ പിന്നൊരു രോഗം, അത് പോകുമ്പോൾ പിന്നൊരു രോഗം. ഇപ്പോൾ മഞ്ഞപ്പിത്തം പടരുകയാണ്, അത് കഴിയുമ്പോൾ പിന്നൊരു ഒന്ന് വരും. ഇങ്ങനെയാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള മാറാവ്യാധികൾ നമ്മൾക്ക് പിടിപെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു മുൻകരുതലായി നമ്മൾ ചെയ്യേണ്ടത് സൂറത്ത് തൗബയിലെ അവസാന 2 ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും 7 തവണ ചൊല്ലുക. ആ ആയത്ത് എല്ലാവർക്കും അറിയാവുന്ന ആയത്ത് തന്നെയാണ്. ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്താണ്. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്താണ്. അതുകൊണ്ട് അതെല്ലാവരും മുറുകെ പിടിക്കുക. ഇത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണം. എന്നാൽ നമുക്ക് മാറാവ്യാധിയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.